ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2023 ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, then എ യൂണിയൻ ബി ഈക്വൽ ടു. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് is a positive integer and x square less than 40 in the roster form. Write all subsets of set 2. ആദ്യത്തെ ചോദ്യം, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്നത് ബിന്റെ ഒരു സബ്സെറ്റ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ബി എന്നൊരു സെറ്റ് എഴുതാം. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഇനി എ എന്നത് ബിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ബിന്റെ ഒരു സബ്സെറ്റ് എഴുതാം 2, 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ്. എന്താണ് യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത? എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സിനെയും ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എഴുതുന്നു 1, 2, 3. ഇനി എ എന്ന സെറ്റിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 2, 3. അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ സെറ്റ് ഏതാണ്? ബി ആണ്. അതായത് നമ്മുടെ മെയിൻ സെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബി എന്നൊരു സെറ്റിന് എ എന്നൊരു സബ്സെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ യൂണിയൻ എന്ന് പറയുന്നത് എപ്പോഴും ആ മെയിൻ സെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? എ യൂണിയൻ ബി എന്നതിന്റെ ഉത്തരം എന്താണ്? ബി തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് is a positive integer and x square less than 40 in the roster form. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് എന്താണ്? ബ്രേസസിന്റെ ഉള്ളിലാക്കി കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എലമെന്റ്സിനെ എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെറ്റിലെ എലമെന്റ്സിനെ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ആ സെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, അത് പോസിറ്റീവ് ഇന്റീജർ ആയിരിക്കണം. ഇന്റീജർ എന്ന് പറയുന്നത് പൂർണ്ണ സംഖ്യകളെയാണ്. അതായത് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഇവയാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അതിലെ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ളവയെ മാത്രമാണ് നമ്മൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. അതായത് 0, 1, 2, 3 എക്സെട്ര. ഇവയാണ് പോസിറ്റീവ് ഇന്റീജേഴ്സ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ, അത് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് എലമെന്റ്സിനെയാണ്. എക്സ് സ്ക്വയർ എന്നത് 40 കുറവായിരിക്കണം. അതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് എക്സ് ലെസ് ദാൻ √40. സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √40 ആയി. അതായത് എക്സ് ലെസ് ദാൻ √40 എത്രയാണ് വരുന്നത്? 6.32 ആണ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പോസിറ്റീവ് ഇന്റിജർ 6.32 കുറവായിരിക്കണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും എലമെന്റ്സ്? 0 നിന്ന് തുടങ്ങുന്നു. കാരണം പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രമേ പറ്റുകയുള്ളൂ. 0, 1, 2, 3, 4, 5, 6 ഇവയാണ് എലമെന്റ്സുകളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് is a positive integer and x square less than 40 എന്നതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2, 3, 4, 5, 6 ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 2. 2 എന്ന് മാത്രമുള്ള ഒരു സെറ്റ് ഉണ്ട്. ഈ സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2 raised to n. ഈ n എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ്. ആ സെറ്റിലെ എലമെന്റ്സിന്റെ നമ്പറിനെയാണ് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് 2 raised to, ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരേ ഒരു എലമെന്റ് ഉള്ളൂ. അപ്പോൾ 2 raised to 1 ഈക്വൽ ടു 2. അതായത് ഈ സെറ്റ് 2 എന്ന ഈ സെറ്റിന് എത്ര നമ്പർ ഓഫ് സബ്സെറ്റ്സുകൾ ഉണ്ടാവും? 2 സബ്സെറ്റുകളാണ് ഉണ്ടാവുക. ഇനി ഏതൊക്കെയാണ് ആ സബ്സെറ്റിൽ നിന്ന് എഴുതാം. ഏതൊരു സെറ്റിന്റെയും ആദ്യത്തെ സബ്സെറ്റ് എം ടി സെറ്റ് ആണ്. അതിനുശേഷം ഇവിടെ ആകെ ഒരേ ഒരു എലമെന്റ് ഉള്ളൂ. ആ എലമെന്റ് ആണ് രണ്ടാമത്തെ സബ്സെറ്റ്. അപ്പൊ രണ്ട് സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് എം ടി സെറ്റും ഒന്ന് സെറ്റ് 2വുമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0.35, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.25, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 0.6, ദെൻ ഫൈൻഡ് പി ഓഫ് ബി ആൻഡ് പി ഓഫ് നോട്ട് ബി. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്? പി ഓഫ് എ എന്നത് 0.35 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നത് 0.25 ആണ്. പി ഓഫ് എ യൂണിയൻ ബി എന്നത് 0.6 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി ആണ്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ്
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ യൂണിയൻ ബി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 0.6 ഈക്വൽ ടു പി ഓഫ് എ എന്താണ് 0.35. പി ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് തന്നിട്ടുള്ളത് 0.25. 0.6 ഈക്വൽ ടു ഇവിടെ 0.35 മൈനസ് 0.25 എത്രയാണ് 0.10 പ്ലസ് പി ഓഫ് ബി. ഇനി പി ഓഫ് ബിനെ ഈ സൈഡിൽ നിർത്തിയിട്ട് 0.10 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? പി ഓഫ് ബി ഈക്വൽ ടു 0.6 ഇവിടെ പ്ലസ് 0.10 ആയതുകൊണ്ട് എതിർവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 0.10. 0.6ൽ നിന്നും 0.1 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 0.5. അതായത് പി ഓഫ് ബി എന്നത് എന്താണ് കിട്ടിയത്? 0.5 ആണ്. അടുത്തതായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് നോട്ട് ബി, അതായത് കോംപ്ലിമെന്റ് ലോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് നോട്ട് ബി എന്നത് എന്താണ്? പി ഓഫ് ബി ഡാഷ്. പി ഓഫ് ബി ഡാഷിന്റെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് പി ഓഫ് ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചു 0.5. 1ൽ നിന്നും 0.5 പോയി കഴിഞ്ഞാൽ നമുക്ക് 0.5 തന്നെ കിട്ടും. അതായത് പി ഓഫ് നോട്ട് ബി എന്നത് 0.5 ആണ്. മൂന്നാമത്തെ ചോദ്യം, ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, സെറ്റ് എ ഈക്വൽ ടു 2 3, സെറ്റ് ബി ഈക്വൽ ടു 3 4 5. ഫൈൻഡ് എ യൂണിയൻ ബി, ഫൈൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്, വെരിഫൈ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ്. എന്താണ് യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത? എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി എന്ന സെറ്റ് കിട്ടും. അപ്പൊ എ എന്ന സെറ്റിലെ എലമെന്റ്സ് എഴുതാണ് 2 3. ഇനി ബി എന്ന സെറ്റിലെ എലമെന്റ്സിൽ 3 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട. അപ്പോൾ അടുത്തതായി 4 5. അപ്പോൾ എ യൂണിയൻ ബി എന്ന സെറ്റ് എന്താണ്? 2 3 4 5. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്. എ ഡാഷ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യു മൈനസ് എ, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്, അതാണ് എ ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ എന്ന സെറ്റിലെ എലമെന്റ്സ് ഒന്നും എ ഡാഷ് എന്ന സെറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ 2 3 ഒഴിച്ച് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1 4 5 6. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 1 4 5 6 എന്നാണ്. ഇനി ബി ഡാഷ്. ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ബി, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അതായത് ബി ഡാഷ് എന്ന സെറ്റിൽ ബിയിലെ ഒരു എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 3 4 5 ഇവയൊഴിച്ച് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1 2 6. സെറ്റ് 1 2 6. ഇനി മൂന്നാമതായിട്ട് വെരിഫൈ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, അതായത് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഡിമോർഗൻസ് ലോ നമ്മൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ആദ്യം എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന സെറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന സെറ്റ് കണ്ടുപിടിക്കുന്നു. എ യൂണിയൻ ബി ഹോൾ ഡാഷും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷും നമുക്ക് കിട്ടിയത് ഒരേ സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? സെറ്റ് 2 3 4 5. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? യു മൈനസ് എ യൂണിയൻ ബി, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ യൂണിയൻ ബി എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. അത് ഏതൊക്കെയാണ്? 2 3 4 5 ഇവയൊഴിച്ച് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാ? 1 6. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 1 6 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. നമ്മൾ എ ഡാഷും ബി ഡാഷും കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 1 4 5 6 ആണ്. ബി ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് 1 2 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1 6 എ ഡാഷിലും ഉണ്ട്, 1 6 ബി ഡാഷിലും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സെറ്റ് 1 6 എന്നീ 2 എലമെന്റ്സുകളാണ് എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് 1 6 ആണെന്ന് കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2024 +1 ഫൈനൽ എക്സാമിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്